ജമാഅത്ത് UDFന്റെ സഖ്യകക്ഷിയല്ല എന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതൊരു സാധാരണ കാര്യം മാത്രം. കോൺഗ്രസിൽ വൺ മാൻ ഷോ ഇല്ല എന്നും സണ്ണി ജോസഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. KPCC അധ്യക്ഷൻ തിരക്കിലാണ്, അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അദ്ദേഹവും. ശ്രീ സണ്ണി ജോസഫ്, താങ്കളുടെ KPCC അധ്യക്ഷ പദം പ്രഖ്യാപിച്ചതൊരു യുദ്ധത്തിന്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ വേറൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊരു പേഴ്സണൽ ഫൈറ്റായിട്ട് കൂടി കാണുന്നുണ്ടോ? നല്ലൊരു അവസരം തന്നെയാണ് ഞങ്ങളുടെ ടീമിന് കിട്ടിയിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരുകാരോട് വോട്ടഭ്യർത്ഥിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പുതിയ ടീം ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വിജയം അത് കൊയ്തെടുക്കാൻ സാധിക്കും. അതിനുള്ള കളങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. 2026 എന്ത് സംഭവിക്കും എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ. അപ്പോൾ ആ കാര്യത്തിൽ 100% കോൺഫിഡൻസ് ഉണ്ടോ, അതോ ഇത് കാര്യമാക്കണ്ട യഥാർത്ഥത്തിലുള്ള യുദ്ധം 2026 അങ്ങനെയുണ്ടോ? ഇല്ല, ഇത് തന്നെ ഒരു സെമി ഫൈനൽ. ചിലരിതിനെ ക്വാർട്ടർ ഫൈനൽ എന്ന് വിളിക്കും. സെമി ഫൈനൽ ജയിച്ചാൽ ഫൈനൽ ജയിക്കൂ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ്. സെമി ഫൈനലിൽ ഞങ്ങളുടെ വിജയം ഉറപ്പാണ്. നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് തിരഞ്ഞെടുക്കപ്പെടും. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണ ദീർഘകാലാടിസ്ഥാനത്തിലൊരു നഷ്ടക്കച്ചവടമാകാൻ സാധ്യതയുണ്ടോ? അതിന് ചോദിക്കാൻ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ CPM ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉയർത്തുന്ന അതേ വിമർശനം നിശ്ചിതമായി ആര്യാടൻ ഷൗക്കത്ത് 2016 ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്ന വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു കൃത്യമായ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് ഇല്ലാതെ വരുന്നുണ്ടോ? ഇല്ലില്ല, CPM-നാണ് അതിൽ അവസരവാദപരമായിട്ടുള്ള നിലപാട്. അവരുടെ കൂടെ ആര് നിന്നാലും അവർ നല്ലവർ. അവരുടെ കൂടെ നിൽക്കുന്നില്ല, അവരുടെ എതിരെയാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ അവർ കുറ്റക്കാരാവും. CPM-ന്റെ നയങ്ങൾ തന്നെയാണ്. ഇന്നലകളിൽ അവർ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്തുണ തേടിയിട്ടുണ്ട്, അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അവർ തന്നെ രണ്ട് പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് നിഷേധിക്കാൻ CPM പാർട്ടിക്ക് ഒരു കാരണത്താൽ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. അവരെ എതിർക്കുന്ന ആ ശക്തികൾ ആ UDF-നെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിലെന്താണ് CPM-ന് ഇത്ര വെപ്രാളം എന്താണ്, ഇത്ര വേവലാതി എന്താണ്? പഹൽഗാം അടക്കമുള്ള വിഷയങ്ങൾ അവസാന മണിക്കൂറിൽ വരുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? UDF-ൽ ഒരു കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ് എന്ന് പറയാൻ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പഹൽഗാമിലൊക്കെ നമുക്കറിയാമല്ലോ, അതിൽ CPM-ന് എന്താ റോള്? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ പോലെയല്ലേ. ഇപ്പോൾ UDF-ൽ VD സതീശന്റെ വൺ മാൻ ഷോ ആണെന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? അദ്ദേഹം കരുത്തനായ പ്രതിപക്ഷ നേതാവാണ്, വളരെ സജീവമായിട്ട് നിൽക്കുന്നു. അദ്ദേഹം വളരെ സജീവമായിട്ട് നേതൃരംഗത്തുണ്ട്. പക്ഷേ ഇത് കൂട്ടു നേതൃത്വമാണ്. വൺ മാൻ ഷോ എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾക്കാർക്കെങ്കിലും പരാതിയുണ്ടോ? UDF-ൽ നിന്ന് ആരെങ്കിലും, KPCC പ്രസിഡന്റോ UDF കൺവീനറോ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? മുസ്ലിം ലീഗും അക്കാര്യത്തിൽ അതേ അഭിപ്രായക്കാരാണ്. വളരെ ശക്തമായിട്ട് UDF ഒറ്റക്കെട്ടാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബും സതീശനും ഞങ്ങളെല്ലാവരും ഇവിടെ UDF-ന്റെ പ്രവർത്തന രംഗത്ത് മുസ്ലിം ലീഗിന്റെ MLA-മാരും നേതാക്കന്മാരുമാണ് കോൺഗ്രസ്സുകാരേക്കാൾ മുൻപന്തിയിലുള്ളത്. അൻവർ വോട്ട് പുലർത്തുമെന്ന ആശങ്കയുണ്ടോ? ഇല്ലില്ല, തെല്ലുമില്ല. കാരണം ആ വോട്ടിന്റെ വില ആളുകൾക്കറിയാം. ഈ മുന്നണികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ കോൺഫിഡന്റ് ആണ് KPCC പ്രസിഡന്റ്. ഓൾ ദ ബെസ്റ്റ്. ഫുള്ളി കോൺഫിഡന്റ്. ഓക്കെ, കാണാം. അപ്പോൾ വീണ്ടും കാണാം. KPCC പ്രസിഡന്റിന്റെ ആദ്യത്തെ ഉദ്യമം വിജയിക്കട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, ഓട്ടോ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. താങ്ക് യു.